നമസ്കാരം. ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സാദിഖ് അലി തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ സാധാരണക്കാരനായ അനുയായിയെ പോലെ പെരുമാറുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പൂർവികർക്ക് ലഭിച്ച സമൂഹത്തിന്റെ ആദരവും അംഗീകാരവും സാദിഖ് അലി തങ്ങൾക്കില്ല. പരാമർശം പാലക്കാട് കണ്ണാടിയിലെ LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ. വയനാട് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ച റവന്യൂ മന്ത്രി കെ രാജൻ. കേന്ദ്രം സ്വീകരിക്കുന്നത് ജനാധിപത്യത്തിൽ ഒരു കാരണവശാലും അംഗീകരിക്കാനാകാത്ത മൗനം. കേരളത്തിന് മുന്നിൽ കേന്ദ്ര സർക്കാർ പ്രത്യക്ഷപ്പെടുന്നത് ചെകുത്താനെ പോലെ. ഒറ്റപ്പെടുത്താനാണ് നീക്കമെങ്കിൽ ഒറ്റക്കെട്ടായി നേരിടും. വയനാട്ടിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോവുകയാണെന്നും പുനരധിവസിപ്പിക്കേണ്ടവരുടെ ആദ്യ പട്ടിക ഈ മാസം തന്നെ പുറത്തിറക്കുമെന്നും മന്ത്രി. പാലക്കാട്ട് പ്രചാരണം അവസാനിപ്പിക്കാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുമ്പോഴും പോപ്പുലർ ഫ്രണ്ടുമായി ഉണ്ടാക്കിയ ധാരണയെക്കുറിച്ച് പ്രതികരിക്കാൻ VD സതീശൻ തയ്യാറാകുന്നില്ലെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. മാധ്യമങ്ങളുടെ ചോദ്യത്തിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് തന്ത്രപരമായി ഒഴിഞ്ഞുമാറുന്നു. ഷാഫി പറമ്പിൽ വന്നതോടെ കോൺഗ്രസ് ഒരു ഉപജാപക സംഘത്തിന്റെ കയ്യിലായെന്നും K സുരേന്ദ്രൻ. നരേന്ദ്രമോദിയുടേത് മാധ്യമ സ്വാതന്ത്ര്യത്തിനും മാധ്യമ ധാർമ്മികതയ്ക്കും വിരുദ്ധമായ നിലപാടുകളെന്ന് വെങ്കടേഷ് രാമകൃഷ്ണൻ. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിച്ചു തുടങ്ങിയ നാൾ മുതൽ മോദി ചില മാധ്യമങ്ങളെ വിലക്കെടുക്കുന്നു. പ്രധാനമന്ത്രിയായതോടെ മാധ്യമങ്ങൾ മുൻകൂട്ടി ചോദ്യങ്ങൾ എഴുതി കൊടുക്കണമെന്ന് ഉത്തരവിട്ടു. ഒറ്റപ്പാലത്ത് ഡയലോഗ് ഫിലിം ഫെസ്റ്റിനോടനുബന്ധിച്ച് മാധ്യമങ്ങൾ കാണാത്ത ഇന്ത്യ എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി. വാർത്തകൾ വിശദമായി. സാദിഖ് അലി തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ സാധാരണക്കാരനായ അനുയായിയെ പോലെ പെരുമാറുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാലക്കാട്ടെ കണ്ണാടിയിൽ LDF തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പ്രസംഗിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സന്ദീപ് വാര്യർ തങ്ങളെ കാണാൻ പോയ വാർത്തയോടുള്ളതായിരുന്നു പ്രതികരണം. നേരത്തെയുണ്ടായിരുന്ന തങ്ങൾമാർ സമൂഹത്തിന്റെ വലിയ ആദരവും ബഹുമാനവും നേടിയവരായിരുന്നു. സാദിഖ് അലി തങ്ങൾ അങ്ങനെയല്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്നലെ വരെ അയാൾ സ്വീകരിച്ച നിലപാടുകളിലെ അമർഷം ലീഗ് അണികളിലും മതേതരവാദികളിലും ഉള്ളത് പാണക്കാട്ടെത്തി തങ്ങളെ സന്ദർശിച്ചതുകൊണ്ട് മാറ്റാനാകുമോ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. സന്ദീപ് വാര്യരുടെ പേര് പറയാതെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം. സന്ദീപിനെ പാർട്ടിയിലെത്തിച്ചതിന്റെ യഥാർത്ഥ വശം VD സതീശൻ പരസ്യമാക്കുന്ന നിലയാണ് കാണുന്നത്. അവസരവാദ നിലപാടുകളിലൂടെ നാടിന്റെ പൊതു അന്തരീക്ഷം മാറ്റിമറിക്കാമെന്ന് കരുതണ്ട. കേന്ദ്ര സർക്കാർ കേരളത്തെ തകർക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരും മുൻ UPA സർക്കാരും പാവപ്പെട്ടവരെ കൂടുതൽ പാവപ്പെട്ടവരാക്കുന്ന നയം സ്വീകരിച്ചവരാണ്. എന്നാൽ കേരളത്തിൽ അതിദരിദ്രരെ അതിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരുന്ന നയമാണുള്ളതെന്നും മുഖ്യമന്ത്രി പാലക്കാട്ട് പറഞ്ഞു. പാലക്കാട്ട് ഇടത് സ്വതന്ത്രനായി മത്സരിക്കുന്ന സരിൻ വിജയിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണുള്ളതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. അന്നത്തെ പാണക്കാട് തങ്ങൾ എല്ലാവരും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന തങ്ങളാണ്. ഇപ്പോഴത്തെ സാദിഖ് അലി തങ്ങളെ പോലെയല്ല. സാദിഖ് അലി തങ്ങൾ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ സാധാരണഗതിയിലുള്ള ഒരു അനുയായിയുടെ മട്ടിൽ പെരുമാറുന്നയാളാണ്. എന്താണ് നടന്നത് എന്നതിൻ്റെ മറ്റൊരു ഭാഗം VD സതീശൻ പരസ്യമായി പറയുന്ന നിലയാണ് കാണുന്നത്. മന്ത്രിമാരായ MB രാജേഷ്, K കൃഷ്ണൻകുട്ടി, LDF നേതാക്കളായ PK ശ്രീമതി, പന്ന്യൻ രവീന്ദ്രൻ, സ്ഥാനാർത്ഥി ഡോക്ടർ സരിൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പറളിയിൽ ഫുട്ബോൾ സെലക്ഷൻ ക്യാമ്പിൽ പങ്കെടുക്കാൻ പോകുന്നതിനിടെ ലോറിയിൽ ബൈക്കിടിച്ച് യുവാവ് മരിച്ചു. അപകടത്തിൽ സഹയാത്രികന് ഗുരുതരമായി പരിക്കേറ്റു. പറളി കുന്നത്തുപറമ്പ് അബ്ദുൾ സലീം ഷഫീന ദമ്പതികളുടെ മകൻ 19 വയസ്സുള്ള മുഹമ്മദ് ഷഫീലാണ് മരിച്ചത്. ശ്രീകൃഷ്ണപുരത്ത് നടക്കുന്ന ഫുട്ബോൾ സെലക്ഷൻ ക്യാമ്പിലേക്ക് അതിരാവിലെ പോകുന്നതിനിടെ നിർത്തിയിട്ട ലോറിയിൽ ബൈക്കിടിച്ചാണ് ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചത്. അപകടത്തിൽ മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇയാളെ കോയമ്പത്തൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പറളി കുന്നത്തുപറമ്പ് അബ്ദുൽ സലീം ഷഫീന ദമ്പതികളുടെ മകൻ 19 വയസ്സുള്ള മുഹമ്മദ് ഷഫീലാണ് അപകടത്തിൽ മരിച്ചത്. കൂടെയുണ്ടായിരുന്ന ഒലവക്കോട് സ്വദേശി മുബഷീറിനെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച രാവിലെ 5:30 അപകടം. പാലക്കാട് വിക്ടോറിയ കോളേജിലെ 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് മരിച്ച മുഹമ്മദ് ഷഫീൽ. പറളി തേനൂർ ഓട്ട് കമ്പനിക്ക് സമീപമായിരുന്നു അപകടം. സഹോദരൻ സഫ്വാൻ. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വയനാട് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് റവന്യൂ മന്ത്രി കെ രാജൻ. ജനാധിപത്യത്തിൽ ഒരു കാരണവശാലും അംഗീകരിക്കാനാകാത്ത അപകടകരമായ മൗനമാണ്
കേന്ദ്ര സർക്കാരിൻ്റെതെന്ന് കെ രാജൻ തൃശൂരിൽ പറഞ്ഞു. കേരളത്തിന് മുന്നിൽ കേന്ദ്രം ചെകുത്താനായി പ്രത്യക്ഷപ്പെടുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ ഒരു ജൈവബന്ധമുണ്ടാകണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. എന്നാൽ ഈ ബന്ധം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കേരളത്തോടുണ്ടാകുന്നില്ല. കേരളത്തിന് മുന്നിൽ ചെകുത്താനായാണ് കേന്ദ്ര സർക്കാർ അവതരിക്കുന്നത്. ജനാധിപത്യ വ്യവസ്ഥയിൽ കേന്ദ്ര സർക്കാരിന്റെ മൗനം അപകടകരമാണെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. ഭരണഘടനയുടെ കീഴിൽ എന്തും ചെയ്യാമെന്ന് കേന്ദ്ര സർക്കാർ കരുതരുത്. ജനങ്ങൾ അതിനെതിരെ പ്രതികരിക്കും. കേരളത്തിലെ ദുരന്തത്തോട് നിഷേധാത്മക സമീപനമാണ് ഇതുവരെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. ജനങ്ങളുടെ സഹിഷ്ണുതയെ ചോദ്യം ചെയ്യരുതെന്നും മന്ത്രി പറഞ്ഞു. വയനാട്ടിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടിയുമായി മുന്നോട്ടു പോവുകയാണ്. പുനരധിവസിക്കപ്പെടേണ്ടവരുടെ ആദ്യ പട്ടിക ഈ മാസം തന്നെ പുറത്തിറക്കും. അടുത്ത പട്ടിക അടുത്ത മാസം ആദ്യം പുറത്തിറക്കുമെന്നും കേന്ദ്രം കേരളത്തെ ഒറ്റപ്പെടുത്താനാണ് നീക്കമെങ്കിൽ ഒറ്റക്കെട്ടായി നേരിടുമെന്നും കെ രാജൻ കൂട്ടിച്ചേർത്തു. അതായത് സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിൽ ഒരു ജൈവബന്ധം ഉണ്ടാകണം. ആ ജൈവബന്ധം കേന്ദ്രം കാണിക്കുന്നില്ല. സർക്കാർ പതറാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ കേന്ദ്ര ഗവൺമെന്റിന് ഏകപക്ഷീയമായി ഈ കാര്യത്തിൽ പോകാനാകില്ല. ഇതൊരു ഭരണഘടനയുള്ള ഒരു രാജ്യമാണ്. ആ രാജ്യത്ത് ഭരണഘടനയുടെ കീഴിൽ എന്തും എങ്ങനെയും ചെയ്യാം എന്നൊരു കേന്ദ്ര ഗവൺമെന്റ് ധരിച്ചാൽ ജനങ്ങളതിനെ ചോദ്യം ചെയ്യുന്ന സ്ഥിതിവിശേഷത്തിലെ. രണ്ടാമത്തെ കാര്യം, ഇതുകൊണ്ടൊന്നും സർക്കാർ പതറുന്നില്ല. ഭൂമി ഏറ്റെടുക്കലും അവിടെ പുനരധിവാസം ഉറപ്പിക്കലുമായിട്ടുള്ള നടപടികളുമായി കേരളം മുന്നോട്ട് പോവുകയാണ്. L3 വിഭാഗത്തിൽ കേരളത്തിലെ ഈ ദുരന്തത്തെ പെടുത്താൻ പോലും കഴിയില്ല എന്ന് പറഞ്ഞാൽ വളരെ നിഷേധാത്മകമായിട്ടുള്ള ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന കേരളത്തിലെ ജനങ്ങളുടെ സഹിഷ്ണുതയെ ചോദ്യം ചെയ്യുന്ന ഒരു നിലപാടാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലക്കാട്ട് പ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുമ്പോഴും പോപ്പുലർ ഫ്രണ്ടുമായി ഉണ്ടാക്കിയ ധാരണയെക്കുറിച്ച് പ്രതികരിക്കാൻ വി.ഡി. സതീശൻ തയ്യാറാകുന്നില്ലെന്ന് ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് കെ. സുരേന്ദ്രൻ. ഇതേക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് മുഖം തിരിക്കുന്നത് താൻ ഉന്നയിച്ച വിഷയം വാസ്തവമായതുകൊണ്ടാണെന്നും കെ. സുരേന്ദ്രൻ പാലക്കാട്ട് പറഞ്ഞു. പാലക്കാട്ട് PFIയുടെ വോട്ട് വേണ്ടെന്ന് വെക്കാൻ വി.ഡി. സതീശൻ തയ്യാറാകുമോ എന്ന് കെ. സുരേന്ദ്രൻ ചോദിച്ചു. ഗ്രീൻ ആർമി ഉണ്ടാക്കിയത് എന്തിനാണെന്ന് സതീശൻ വ്യക്തമാക്കുമോ? വഖഫ് ബോർഡിന്റെ അധിനിവേശങ്ങൾ പിണറായിയും സതീശനും കാണുന്നേയില്ല. കുടിയൊഴിപ്പിക്കപ്പെടുന്നവർക്കൊപ്പം നിൽക്കാൻ ഇവർ തയ്യാറാവുന്നില്ല. ലീഗിന്റെ മിതവാദ പ്രചരണം പോരാത്തതുകൊണ്ട് PFI, SDPI എന്നിവരെ വി.ഡി. സതീശൻ മുന്നിൽ നിർത്തുകയാണ്. വോട്ടിന്റെ പേരിൽ നാട്ടിൽ കലാപമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് അപലപനീയമാണെന്ന് കെ. സുരേന്ദ്രൻ പറഞ്ഞു. സന്ദീപ് വാര്യർക്കൊപ്പം പാലക്കാട് നഗരസഭാ കൗൺസിലർമാർ പാർട്ടി വിടുമോ എന്ന ചോദ്യത്തോട് സ്വപ്നം കാണാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്ന് പറഞ്ഞ സുരേന്ദ്രൻ സതീശന് കണ്ടകശനിയാണെന്നും അത് കൊണ്ടേ പോകൂവെന്നും പറഞ്ഞു. ബാക്കി കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പറയാം. സന്ദീപ് വാര്യരെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അത്തരം ചോദ്യങ്ങൾ ചോദിച്ച് ശ്രദ്ധ തിരിക്കരുത്. ഷാഫി പറമ്പിൽ വന്നതോടെ കോൺഗ്രസ് ഒരു ഉപജാപക സംഘത്തിന്റെ കയ്യിലായി. അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. സന്ദീപ് വാര്യർ വിഷയം ഒരു തരിമ്പ് പോലും പാർട്ടിയിലോ തെരഞ്ഞെടുപ്പിലോ ചലനമുണ്ടാക്കില്ല. വയനാടിന് കേന്ദ്ര സഹായം ലഭിക്കാൻ സംസ്ഥാനം അന്തിമ റിപ്പോർട്ട് നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും കെ. സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. പോപ്പുലർ ഫ്രണ്ടുമായി വി.ഡി. സതീശൻ ഉണ്ടാക്കിയ ധാരണയെ സംബന്ധിച്ച് ഒരു മറുപടിയും നൽകാൻ അദ്ദേഹം ഇതുവരെ തയ്യാറാവുന്നു. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഗ്രീൻ ആർമി എന്ന് പറഞ്ഞ ഒരു സ്ക്വാഡിനെ പ്രത്യേകമായി അവരുണ്ടാക്കിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ വളരെ വ്യക്തമായും ഉന്നയിച്ച ഈ വസ്തുതകളിൽ ഒരു മറുപടിയും പറയാൻ വി.ഡി. സതീശൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അതിന് കാരണം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ ഭീകരവാദ ശക്തികളെ കൂട്ടുപിടിച്ച് വി.ഡി. സതീശനും UDF-ഉം തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നു എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാനമന്ത്രി നിരന്തരം സ്വീകരിക്കുന്നത് മാധ്യമ സ്വാതന്ത്ര്യത്തിനും മാധ്യമ ധാർമ്മികതയ്ക്കും എതിരായ നിലപാടുകളെന്ന് പത്രപ്രവർത്തകൻ വെങ്കിടേഷ് രാമകൃഷ്ണൻ. ഒറ്റപ്പാലത്ത് 8ാമത് ഡയലോഗ് ഫിലിം ഫെസ്റ്റിവലിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സെമിനാറിൽ മാധ്യമങ്ങൾ കാണാത്ത ഇന്ത്യ എന്ന വിഷയം അവതരിപ്പിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നരേന്ദ്രമോദി മത്സരിക്കാൻ തുടങ്ങിയപ്പോൾ മുതലാണ് ഇന്ത്യയിലെ ചില മാധ്യമങ്ങളെ വിലക്കെടുക്കാൻ തുടങ്ങിയതെന്ന് വെങ്കിടേഷ് രാമകൃഷ്ണൻ ആരോപിച്ചു. പ്രധാനമന്ത്രിയായപ്പോൾ മാധ്യമങ്ങൾ മുൻകൂട്ടി ചോദ്യങ്ങൾ എഴുതിക്കൊടുക്കണം എന്ന സ്ഥിതിയായി. അതിനപ്പുറം ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ലെന്നാണ് നരേന്ദ്രമോദിയുടെ ഉത്തരവ്. വിരുദ്ധമായി എന്തെങ്കിലും ചോദിച്ചാൽ ക്യാമറ ഓഫ് ചെയ്യാൻ പറയുമെന്നും വെങ്കിടേഷ് രാമകൃഷ്ണൻ പറഞ്ഞു. ഹിന്ദുത്വവും രാജ്യദ്രോഹവും തമ്മിലുള്ള സംഘർഷങ്ങൾ മാധ്യമങ്ങളിലും സമൂഹമാധ്യമങ്ങളിലും പ്രചരിപ്പിച്ചാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത്. RSSന്റെ ആശയമാണിത്. ദേശീയതയും രാജ്യദ്രോഹവും തമ്മിലുള്ള സംഘർഷങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ടെന്ന
പ്രതീതി സൃഷ്ടിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അതിന് 2016 തെരഞ്ഞെടുത്തത് ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയാണ്. അന്ന് അവിടെ പഠിച്ചിരുന്ന സയ്യിദ് ഉമ്മർ ഖാലിദ്, കനയ്യകുമാർ തുടങ്ങിയവർക്ക് നേരെ സംഘപരിവാറിന് പിന്തുണയുള്ള ഒരു മാധ്യമം നൽകിയ ഒരു കപട വാർത്തയിൽ നിന്നാണ് തുടക്കം. അങ്ങനെ RSSന്റെ മനസ്സിൽ ഉദിച്ച ഒരാശയം രാഷ്ട്രീയ കാലാവസ്ഥ തന്നെ മാറ്റിമറിച്ച് നരേന്ദ്രമോദിയെ അധികാരത്തിലെത്തിച്ചുവെന്നും വെങ്കിടേഷ് രാമകൃഷ്ണൻ പറഞ്ഞു. ദേശീയത, നാഷണലിസം വേഴ്സസ് സെഡിഷൻ, ദേശീയതയും രാജ്യദ്രോഹവും തമ്മിലുള്ള ഒരു സംഘർഷമാണ് ഇന്ത്യയിൽ നടക്കുന്നത് എന്നൊരു പ്രതീതി ജനിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ ഇരകളിൽ ആദ്യത്തെ പരീക്ഷണശാല 2016 ജനുവരിയിലാണ് ബീഹാറിൽ ഈ 42 സംഘടനകളുടെ സമ്മേളനം നടക്കുന്നത്. അത് കഴിഞ്ഞ് ഈ നാഷണലിസം വേഴ്സസ് സെഡിഷൻ, ദേശീയതയും രാജ്യദ്രോഹവും തമ്മിലുള്ള സംഘർഷമാണ് നടക്കുന്നത് എന്നതിൻ്റെ ആദ്യത്തെ പരീക്ഷണശാല ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ആയിരുന്നു. കനയ്യകുമാറിനും ഉമർ ഖാലിദിനും ഒക്കെ മുകളിൽ സംഘപരിവാറിൻ്റെ പ്രധാനപ്പെട്ട മാധ്യമ പിന്തുണ കക്ഷികളുമായ ZTV നൽകിയ ഒരു കപട വാർത്തയിലാണ്. ആ വാർത്തയിലാണ് ആദ്യമായിട്ട് പറയുന്നത് ഉമർ ഖാലിദും കനയ്യകുമാറും. ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകിദേവി അധ്യക്ഷത വഹിച്ചു. നിതിൻനാഥ് മോഡറേറ്ററായി. അഖില ഹരികൃഷ്ണൻ, KC ജിതിൻ, KS ശ്രീവ്യാസൻ എന്നിവർ സംസാരിച്ചു. 2025 ജനുവരി 9 മുതൽ 12 വരെ ഒറ്റപ്പാലം ലക്ഷ്മി പിക്ചർ പാലസിലാണ് 8ാമത് ഡയലോഗ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം നടക്കുക. ഇതിന് മുന്നോടിയായാണ് സെമിനാർ സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. നവംബർ 19 സംസ്ഥാനത്ത് റേഷൻ കടകൾ അടച്ചിടും. 2 മാസമായി വേതനം ലഭിക്കാത്ത പശ്ചാത്തലത്തിലാണ് സംയുക്ത സമരസമിതിയുടെ ആഹ്വാനം. തൃശൂരിൽ മുൻ MLA ജോണി നെല്ലൂരിന്റെ അധ്യക്ഷതയിൽ ചേർന്ന റേഷൻ വ്യാപാരി കോർഡിനേഷൻ കമ്മിറ്റിയാണ് സമരത്തിന് ആഹ്വാനം ചെയ്തത്. കടകൾ അടച്ചിട്ട് താലൂക്ക് കേന്ദ്രങ്ങളിൽ ധർണ നടത്താനും യോഗം തീരുമാനിച്ചു. 2 മാസമായി ജോലി ചെയ്ത കൂലി വ്യാപാരികൾക്ക് ലഭിച്ചിട്ടില്ല. സുപ്രീം കോടതി ഉത്തരവുണ്ടായിട്ട് പോലും കിറ്റ് കമ്മീഷന്റെ പകുതി മാത്രമാണ് ഇതുവരെ ലഭിച്ചത്. സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ വ്യാപാരികൾക്കും ഇത് ലഭിച്ചിട്ടുമില്ല. ധനവകുപ്പ് ഇക്കാര്യത്തിൽ വേണ്ട ഇടപെടലുകൾ നടത്താത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് റേഷൻ വ്യാപാരികൾ ആരോപിക്കുന്നു. മുഖ്യമന്ത്രി നേരിട്ട് പ്രശ്നത്തിൽ ഇടപെടണമെന്ന് യോഗം വിലയിരുത്തി. ഓണത്തിന് സർക്കാർ പ്രഖ്യാപിച്ച 1000 രൂപ ഓണറേറിയം ഇതുവരെയും ലഭിച്ചിട്ടില്ല. വേതന പാക്കേജ് വർധനവ്, ക്ഷേമനിധി, KTPDS ഓർഡർ പരിഷ്കരണം തുടങ്ങിയ അടിയന്തര പ്രാധാന്യമുള്ള നിരവധി ആവശ്യങ്ങൾക്ക് ഉടനടി പരിഹാരം കണ്ടില്ലെങ്കിൽ മുൻ നിശ്ചയിച്ച പ്രകാരം 2025 ജനുവരി 6-ാം തീയതി മുതൽ അനിശ്ചിതകാല കടയടപ്പ് സമരവുമായി മുന്നോട്ടു പോകാനും ഇതിനായുള്ള പ്രചരണ പരിപാടികൾ ആരംഭിക്കാനും കോർഡിനേഷൻ കമ്മിറ്റി തീരുമാനിച്ചു. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന വാതിൽപ്പടി കരാറുകാരുടെ സമരം ഒത്തുതീർപ്പാക്കിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ റേഷൻ കടകളിൽ അരിയില്ലാത്ത സാഹചര്യമുണ്ടാകും. ഇതിന് ഉടൻ പരിഹാരം കാണണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. G. കൃഷ്ണപ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. CITU സംസ്ഥാന സെക്രട്ടറി G. ശശിധരൻ, AKRRDA സംസ്ഥാന ജനറൽ സെക്രട്ടറി T. മുഹമ്മദ് അലി, കോർഡിനേഷൻ കമ്മിറ്റി ട്രഷറർ മോഹനൻ പിള്ള, KSRRDA സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് കാര്യാട്ട്, ഡാനിയൽ ജോർജ് വയനാട്, ഷജീർ, കുറ്റിയിൽ ശ്യാം, ഉണ്ണികൃഷ്ണപിള്ള, PJ ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മണ്ണൂരിൽ കായിക മേഖലയ്ക്ക് പ്രതീക്ഷയായി ഓപ്പൺ സ്റ്റേഡിയം ഒരുങ്ങുന്നു. 22 സെന്റ് സ്ഥലത്താണ് ഓപ്പൺ ഓഡിറ്റോറിയത്തോടുകൂടിയ കളിസ്ഥലം. 4-ാം വാർഡിലെ വടക്കുംപാടം കോളനിക്ക് സമീപമാണ് ആധുനിക രീതിയിൽ ഓപ്പൺ സ്റ്റേഡിയം ഒരുങ്ങുന്നത്. FC ഫണ്ട് ഉപയോഗിച്ചാണ് ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മിച്ചിട്ടുള്ളത്. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ 20 ലക്ഷവും മണ്ണൂർ പഞ്ചായത്തിന്റെ 2 ലക്ഷവും ഇതിനായി ചെലവഴിച്ചു. ആധുനിക രീതിയിലാണ് ഓപ്പൺ സ്റ്റേഡിയം നിർമ്മാണം. മണ്ണൂരിൽ കളിക്കളമില്ലാതെ കുട്ടികൾ മറ്റ് പഞ്ചായത്തുകളെ ആശ്രയിക്കുകയായിരുന്നു. ഇതിന് താൽക്കാലിക പരിഹാരമാവുകയാണ്. സ്റ്റേജ്, ചുറ്റും കമ്പിവേലി, കുടിവെള്ളം എന്നിവ ഒരുക്കിയിട്ടുണ്ട്. നിർമ്മാണം ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ്. 1 മാസം കൊണ്ട് ഓപ്പൺ സ്റ്റേഡിയം കായിക പ്രേമികൾക്ക് തുറന്നു നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. പ്രദേശത്തെ കായിക സ്നേഹികളുടെ ചിരകാലാഭിലാഷമാണ് പൂവണിയുന്നതെന്ന് പരിസരവാസിയും സ്പെഷ്യൽ ബ്രാഞ്ച് റിട്ടയർഡ് SIയുമായ പ്രമോദ് പറഞ്ഞു. ഇപ്പൊ അവർക്ക് അതിമനോഹരമായി ഗ്രൗണ്ടിൽ കളിച്ചു കഴിഞ്ഞാൽ നാളെ ഒളിമ്പിക്സിലും ഏഷ്യാഡിലും പങ്കെടുക്കാൻ വരെ അവർ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. അവർക്ക് അതിനുള്ള ചാൻസാണ് പഞ്ചായത്ത് ഒരുക്കി കൊടുത്തുള്ളത്. അതിൽ പഞ്ചായത്തിന് വളരെ വളരെ
അതിഗംഭീരമായ നന്ദി പറഞ്ഞ് മതിയാവുള്ളൂ. നാട്ടുകാരെന്നുള്ളേക്ക് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള പരിപാടിയാണ്. ഇവിടെ ചെറിയ ചെറിയ പരിപാടി ഉണ്ടെങ്കിലും ഇവിടെ ഗംഭീരമായ പരിപാടി ഇവിടെ വെച്ച് നടത്താൻ പറ്റും. ഒരു 1500 പേർക്ക് ചെയറിട്ടിട്ടും 1000 പേർക്ക് നിൽക്കത്തക്ക വിധം 2500 പേരെ ഉൾക്കൊള്ളിച്ചുള്ള പരിപാടി നടത്താൻ അതിഗംഭീരമായ ഗ്രൗണ്ടാണിത്. അപ്പോൾ അത് സ്ഥാപിച്ചാൽ തന്നെ അതിമനോഹരമായ വളരെ സന്തോഷമുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. STVയെ ഹൃദയത്തോട് ചേർത്ത് മണ്ണൂരിലെ ഒരു മുത്തശ്ശി. മണ്ണൂർ കിഴക്കുംപുറം പള്ളത്ത് വീട്ടിൽ 88 വയസ്സുള്ള സരോജിനി അമ്മയെ പരിചയപ്പെടാം. വർഷങ്ങളായി STVയുടെ സ്ഥിരം പ്രേക്ഷകയാണ് താനെന്ന് മുത്തശ്ശി ലേഖകനോട് മനസ്സു തുറക്കുന്നു. STVയുടെ വൈകുന്നേരവും രാത്രിയുമുള്ള പ്രാദേശിക വാർത്തകൾ ഒരു ദിവസം പോലും ഒഴിവാക്കാതെ ഇവർ കാണാറുണ്ട്. STV ഉത്സവ് ചാനലിൽ വരുന്ന പരിപാടികളോട് ഏറെ പ്രിയം. കല്ലൂർ രാമൻകുട്ടിമാരാരുടെ ചെണ്ടമേളം ജീവനാണ്. സീരിയലുകളൊന്നും അത്ര ഇഷ്ടമല്ലെന്ന് മുത്തശ്ശി ഉള്ളു തുറക്കുന്നു. ഭക്തി പ്രഭാഷണങ്ങളോടാണ് പ്രിയം. STV ചാനൽ ലേഖകനെ കാണണമെന്ന് സുഹൃത്തു മുഖേന നിർബന്ധിച്ചപ്പോഴാണ് ലേഖകൻ ഇവരുടെ വീട്ടിലെത്തിയത്. 2 ദശാബ്ദത്തോളമായി ഇവർ STVയുടെ പ്രേക്ഷകയാണ്. സമീപത്തെ പൊതുപ്രവർത്തകൻ SJ നജീബിനൊപ്പമാണ് STV ലേഖകൻ മൊയ്തീൻകുട്ടി സരോജിനിയുടെ വീട്ടിലെത്തിയത്. അപ്പോൾ STV ഉത്സവിൽ കല്ലൂർ രാമൻകുട്ടിമാരാരുടെ ചെണ്ടമേളം ആസ്വദിക്കുകയായിരുന്നു വയോധിക. ലേഖകൻ STVക്ക് വേണ്ടി സരോജിനി അമ്മയെ ഉപഹാരവും പൊന്നാടയും നൽകി ആദരിച്ചു. STV ഒരു സ്ഥിരം പ്രേക്ഷകയാണ്. അവർ 25 വർഷത്തോളം മേലെയായി നമ്മുടെ ചാനൽ എന്ന് നമ്മുടെ മേഖലയിൽ വന്നോ അന്ന് മുതൽ ഈ STVയുടെ സ്ഥിരം പ്രേക്ഷകയാണെന്ന് അറിയുകയും അങ്ങനെ അമ്മയെ അത്തരത്തിലുള്ള അത് മുഴുവൻ വീക്ഷിക്കുകയും ഞാനൊക്കെ ഇങ്ങോട്ട് വരും പൊതുപ്രവർത്തന കാലയളവിൽ വരുമ്പോൾ പല കാര്യങ്ങളും അമ്മയിൽ നിന്ന് നമുക്ക് കിട്ടാറുണ്ട്. പല പ്രചോദനങ്ങളാകാറുണ്ട്, പല കാര്യങ്ങൾ അറിയാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള അമ്മ നമ്മുടെ ഈ മേഖലയ്ക്ക് തന്നെ ഒരു വലിയൊരു മുൻകൂട്ടാണ്. സ്വന്തം ചാനലിനെ ഏറെ സ്നേഹിക്കുകയും സ്ഥിരമായി കാണുകയും ചെയ്യുന്ന അമ്മയ്ക്ക് ബിഗ് സല്യൂട്ട് നൽകിയാണ് ലേഖകൻ മടങ്ങിയത്. മകനും മരുമകൾക്കുമൊപ്പമാണ് സരോജിനി അമ്മ താമസം. TV വാങ്ങിയതിന് ശേഷം STV പ്രോഗ്രാമേ ഞാൻ എപ്പോഴും കാണുള്ളൂ. എനിക്കത് വളരെ പ്രധാനമാണ്. അതിലെന്തൊക്കെ കാണും? എന്തെല്ലാം കാണും അതില് STVയില്? STVയില് എല്ലാ പരിപാടിയും കാണും, ന്യൂസും ബാക്കിയുള്ള പരിപാടികളെല്ലാം കാണും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പട്ടാമ്പിയിൽ ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ പരുതൂർ സ്വദേശി മുങ്ങി മരിച്ചു. പരുതൂർ കാരമ്പത്തൂർ ശ്രീനികേതൻ വീട്ടിൽ 50 വയസ്സുള്ള ആനന്ദ ജയറാമാണ് മരിച്ചത്. ശനിയാഴ്ച വൈകുന്നേരം പട്ടാമ്പി പടിഞ്ഞാറേമഠം ഗുരുവായൂരപ്പൻ ക്ഷേത്രക്കടവിലാണ് സംഭവം. കുളിക്കാനിറങ്ങിയ പരുതൂർ കാരമ്പത്തൂർ ശ്രീനികേതൻ വീട്ടിൽ ആനന്ദ ജയറാമാണ് മുങ്ങി മരിച്ചത്. പുഴയിൽ ഇദ്ദേഹം മുങ്ങിത്താഴുന്നത് കണ്ടവർ ഉടൻ തന്നെ ഫയർഫോഴ്സിൽ വിവരമറിയിച്ചിരുന്നു. പട്ടാമ്പി ഫയർഫോഴ്സ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പട്ടാമ്പി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പട്ടാമ്പി കൊപ്പം മണ്ണേങ്കോട്ട് ഹരിഹരക്കുന്ന് ക്ഷേത്രത്തിലെ സർപ്പപ്രതിഷ്ഠാ ഉത്സവം ആഘോഷിച്ചു. ഇതോടെ ക്ഷേത്രത്തിൽ ശിവരാത്രി വരെ നീണ്ടു നിൽക്കുന്ന സർപ്പാരാധന ചടങ്ങുകൾക്കും തുടക്കമായി. വൃശ്ചിക മാസത്തിലാണ് ക്ഷേത്രത്തിൽ സർപ്പാരാധനാ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. മറ്റ് ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് 2 ശിവപ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. രാവിലെ വിശേഷ പൂജകൾ നടന്നു. തുടർന്ന് മേലേകാവിൽ ഭക്തർ നേരിട്ട് പാമ്പിൻപടം സമർപ്പണം ആരംഭിച്ചു. വിശ്വാസികൾക്ക് സ്വയം പ്രതിഷ്ഠ നടത്താം എന്ന പ്രത്യേകതയും ഇവിടെയുണ്ട്. 3 തരം പാമ്പിൻപടങ്ങളാണ് ഇവിടെ സമർപ്പിക്കുന്നത്. ക്ഷേത്രനടയിലെ നെൽക്കൂനയിലാണ് പാമ്പിൻപടം സമർപ്പണം. പാമ്പുമേക്കാട്ട്, പാതിരക്കുന്നത്ത്, മണ്ണാറശാല എന്നിവിടങ്ങളെ അപേക്ഷിച്ച് വ്യത്യസ്തമായ ആരാധനാ രീതിയാണ് ഹരിഹരക്കുന്നിൽ. പ്രകൃതി ഭംഗി നിറഞ്ഞ ക്ഷേത്രത്തിൽ ഇതര ജില്ലകളിൽ നിന്ന് വിശ്വാസികൾ എത്താറുണ്ട്. 4 ഏക്കറോളം സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന സർപ്പക്കോട്ടയും ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. സാദിഖ് അലി തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ സാധാരണക്കാരനായ അനുയായിയെ പോലെ പെരുമാറുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പൂർവികർക്ക് ലഭിച്ച സമൂഹത്തിന്റെ ആദരവും അംഗീകാരവും സാദിഖ് അലി തങ്ങൾക്കില്ല. പരാമർശം പാലക്കാട് കണ്ണാടിയിലെ LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ. വയനാട് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ച റവന്യൂ മന്ത്രി കെ രാജൻ. കേന്ദ്രം സ്വീകരിക്കുന്നത് ജനാധിപത്യത്തിൽ ഒരു കാരണവശാലും അംഗീകരിക്കാനാകാത്ത മൗനം. കേരളത്തിനു മുന്നിൽ കേന്ദ്ര സർക്കാർ പ്രത്യക്ഷപ്പെടുന്നത് ചെകുത്താനെ പോലെ. ഒറ്റപ്പെടുത്താനാണ് നീക്കമെങ്കിൽ ഒറ്റക്കെട്ടായി നേരിടും. വയനാട്ടിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോവുകയാണെന്നും
പുനരധിവസിപ്പിക്കേണ്ടവരുടെ ആദ്യ പട്ടിക ഈ മാസം തന്നെ പുറത്തിറക്കുമെന്നും മന്ത്രി. പാലക്കാട്ട് പ്രചാരണം അവസാനിപ്പിക്കാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുമ്പോഴും പോപ്പുലർ ഫ്രണ്ടുമായി ഉണ്ടാക്കിയ ധാരണയെക്കുറിച്ച് പ്രതികരിക്കാൻ വി ഡി സതീശൻ തയ്യാറാകുന്നില്ലെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. മാധ്യമങ്ങളുടെ ചോദ്യത്തിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് തന്ത്രപരമായി ഒഴിഞ്ഞുമാറുന്നു. ഷാഫി പറമ്പിൽ വന്നതോടെ കോൺഗ്രസ് ഒരു ഉപജാപക സംഘത്തിന്റെ കയ്യിലായെന്നും കെ സുരേന്ദ്രൻ. നരേന്ദ്രമോദിയുടേത് മാധ്യമ സ്വാതന്ത്ര്യത്തിനും മാധ്യമ ധാർമ്മികതയ്ക്കും വിരുദ്ധമായ നിലപാടുകളെന്ന് വെങ്കടേഷ് രാമകൃഷ്ണൻ. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിച്ചു തുടങ്ങിയ നാൾ മുതൽ മോദി ചില മാധ്യമങ്ങളെ വിലക്കെടുക്കുന്നു. പ്രധാനമന്ത്രിയായതോടെ മാധ്യമങ്ങൾ മുൻകൂട്ടി ചോദ്യങ്ങൾ എഴുതി കൊടുക്കണമെന്ന് ഉത്തരവിട്ടു. ഒറ്റപ്പാലത്ത് ഡയലോഗ് ഫിലിം ഫെസ്റ്റിനോടനുബന്ധിച്ച് മാധ്യമങ്ങൾ കാണാത്ത ഇന്ത്യ എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.